ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ആശംസകൾ. ഈ മാസം നാം ദുഃഖവെള്ളിയാഴ്ച, യേശുവിൻ്റെ ക്രൂശിലെ യാഗത്തെ, ഈസ്റ്റർ 3-ാം ദിവസത്തെ അവൻ്റെ പുനരുത്ഥാനത്തെ ഓർക്കുന്നു. 1 പത്രോസ് 2:24 ബൈബിൾ പറയുന്നു, അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ക്രൂശിൽ വഹിച്ചു, അവൻ്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ, നാം എല്ലാവരും സ്വഭാവത്താൽ പാപികളാണ്. നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ വഹിക്കാൻ യേശു വന്നു. നമ്മുടെ തെറ്റുകൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, വേദന എന്നിവയെല്ലാം അവൻ വഹിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു. 3-ാം ദിവസം അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു, ജീവനോടെയും വിജയിയായും. അങ്ങനെ നാം അവനിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് അടിമത്തത്തിന് പകരം സ്വാതന്ത്ര്യവും, തകർച്ചയ്ക്ക് പകരം സൗഖ്യവും, മരണത്തിന് പകരം ജീവനും ലഭിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാനും നമുക്ക് നിത്യമായ പ്രത്യാശ നൽകാനും യേശു ഇന്ന് ജീവിക്കുന്നു. അവൻ്റെ പുനരുത്ഥാനം നമുക്ക് പ്രത്യാശ നൽകുന്നു. ഇന്നത്തേക്ക് മാത്രമല്ല, അവനോടൊപ്പമുള്ള നിത്യമായ ജീവനിലും. അവൻ വാഗ്ദാനം ചെയ്യുന്ന ജീവിതം അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അത്ഭുതകരവും അനുഗ്രഹീതവുമായ ഒരു ഏപ്രിൽ മാസം ആശംസിക്കുന്നു.